അമേരിക്കൻ പരിപാടിയിൽ 2 അമേരിക്കൻ പരിപാടിയിലും ഞാൻ ഉണ്ടായിരുന്നു. അത് 2010 ഉണ്ടായിരുന്നു, 2017 ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഇര എന്ന് പറയുന്ന കുട്ടിയായിട്ടും ദിലീപ്, കാവ്യ, എല്ലാവരും, മഞ്ജു വാര്യർ, എല്ലാവരുമായിട്ട് ആദർശക്കായിട്ടൊക്കെ എല്ലാം ഞാൻ നല്ല സൗഹൃദത്തിൽ, എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ്. അറിയാവുന്ന ആളെന്നുള്ള കാവ്യനെ വിളിച്ച് ചോദിച്ചു, അയ്യോ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞോ, ഇങ്ങനെ ഒരു സംഭവം ചലച്ചിത്ര നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗായിക റിമി ടോമിയുടെ രഹസ്യമൊഴി കോതമംഗലം കോടതിയിൽ രേഖപ്പെടുത്തി. കേസിലെ പ്രതിയും റിമിയുടെ സുഹൃത്തുമായ നടൻ ദിലീപിനൊപ്പമുള്ള വിദേശ ട്രിപ്പുകളെ കുറിച്ചാണ് മൊഴി നൽകിയതെന്ന് റിമി പറഞ്ഞു. റിമി, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ ആരാഞ്ഞോ റിമിയുടെ അടുത്തുനിന്ന്? അല്ല, ഞാനിപ്പോ ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനോരമ പേപ്പറിനെയും ചാനലിനൊക്കെ അത്രയധികം വിശ്വസിക്കുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ വാർത്തകൾ കണ്ടപ്പോൾ എനിക്കൊരു സത്യത്തിൽ സങ്കടം വന്നുപോയി. കാരണം ഒരു സാമ്പത്തിക ഇടപാട്, ഈ സാമ്പത്തിക ഇടപാട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് എന്റെ അക്കൗണ്ടിലോട് കോടികൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 2 വർഷം മുമ്പ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവർക്ക് കണ്ടുപിടിക്കായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും ആരും പരിശോധിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റിയല്ലേ. ഞാനിപ്പോ ഇത് ന്യൂസ് കണ്ടപ്പോൾ തന്നെ നേരെ ബൈജു പൗലോസ് എന്ന് പറഞ്ഞ് ഇത് അന്വേഷിക്കുന്ന അദ്ദേഹത്തെ വിളിച്ചപ്പോൾ സാറേ എന്താ ഇങ്ങനെ ഇതെന്ന് പറഞ്ഞത്. അപ്പൊ അവർ പറഞ്ഞു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലീസ് ചോദിച്ചോ, റീമിയെ പറ്റി ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എന്റെ അടുത്ത് ഇന്നലെ ഫോണിൽ വിളിച്ചിട്ട് അമേരിക്കൻ പരിപാടിയിൽ 2 അമേരിക്കൻ പരിപാടിയിലും ഞാൻ ഉണ്ടായിരുന്നു. അത് 2010 ഉണ്ടായിരുന്നു, 2017 ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഇര എന്ന് പറയുന്ന കുട്ടിയായിട്ടും ദിലീപ്, കാവ്യ, എല്ലാവരും, മഞ്ജു വാര്യർ, എല്ലാവരുമായിട്ട് ആദർശക്കായിട്ടൊക്കെ എല്ലാം ഞാൻ നല്ല സൗഹൃദത്തിൽ, എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് ന്യൂസ് കേൾക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കര നിങ്ങളോടൊക്കെ ഒരു വിഷമമുണ്ട് കേട്ടോ. കാരണം ദൈവത്തെ വിളിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ വളരെ ഒരു പൈസ പോലും അന്ന് ഈ ഇൻകം ടാക്സ് റെയ്ഡ് വന്നപ്പോൾ പോലും എന്റെ പേരിൽ ഞാൻ മറ്റേ വിദേശത്തുനിന്ന് പണം കടത്തി ഹവാല കേസോ അങ്ങനെ ഒരു കേസ് പോലും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ വീട്ടിൽ ഇരുന്നിട്ട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, ഈ ന്യൂസ് ഒന്നും ഞങ്ങളല്ല കൊടുക്കുന്നത്. പക്ഷേ റീമിയുടെ പേര്, റീമിക്ക് ഇത്ര ശത്രുക്കളുണ്ടോ, റീമി എന്താ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നത്, ഞങ്ങളല്ല കൊടുക്കുന്നത്, റീമി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫൈൻ പോലും ഞാൻ ഇത്ര നാളായിട്ട് അടച്ചിട്ടില്ല. ഓക്കെ, നമ്മളെല്ലാവരും നികുതി അടയ്ക്കാൻ ചിലപ്പോൾ മറന്നുപോകും, മറന്നല്ല ചിലപ്പോൾ ചെയ്യാണ്ടാവും. നികുതി അടയ്ക്കാത്തതിന്റെ പേരിൽ മാത്രം കുറച്ച് നികുതി അടയ്ക്കേണ്ടതായിട്ട് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. അല്ലാണ്ട് അന്ന് ആ സമയത്ത് ദിലീപിനെ ചോദ്യം ചെയ്തു, അല്ല ഇൻകം ടാക്സ് റെയ്ഡ് വന്നു, ആ കേസും ഇപ്പൊ ആദായ നികുതി വകുപ്പ് അന്ന് ഒരേ സമയത്താണ് ചോദ്യം ചെയ്തത്. ആ ന്യൂസ് ഒക്കെയാണ് ഇപ്പൊ വരുന്നത്. എനിക്ക് ഭയങ്കര വിഷമം. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട, നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് സംസാരിച്ചു എന്ന് പറഞ്ഞു. എന്താണ് റിമിയിൽ നിന്ന് ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇല്ല, ആരൊക്കെ ഉണ്ടായിരുന്നു ആ ഷോയില്? നിങ്ങളായിട്ട് എന്താ കാവ്യ, സോറി ആ പേര് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അല്ല, വന്ന ആർട്ടിസ്റ്റുകളുടെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. ആ ഷോയിൽ വന്ന ആർട്ടിസ്റ്റുകളെ പറ്റി ചോദിച്ചു. അതിനുശേഷം ഈ ഷോയുടെ കാര്യം ചോദിച്ചു. ഇവരുമായിട്ടൊക്കെ എനിക്ക് വർഷങ്ങളായിട്ടുള്ള അടുപ്പമുള്ളൂ. അതിപ്പോ ഞാൻ അവരോട് പറഞ്ഞു, അവർ പറഞ്ഞു, എന്നോട് പ്രത്യേകം അവർ പറഞ്ഞില്ല റീമിക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, റീമിക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ വിശ്വസിക്കാം. പിന്നെ സാമ്പത്തിക ഇടപാടിന് ഒരു പ്രശ്നമേ ഇല്ല. അങ്ങനെ ഒരു 5 പൈസ നിങ്ങളെ ഞാൻ ദൈവത്തെ മുൻപിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാന്ന് തന്നെ പറയാം. അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ ആരെങ്കിലും, എന്റെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ എന്റെ അമ്മയുടെ, അച്ഛന്റെ, അനിയത്തിയോ, അനിയന്റെയോ, അല്ലെങ്കിൽ എന്റെ ബന്ധുക്കാരുടെയോ കൂട്ടുകാരുടെയോ, അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിക്കാണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ കഷ്ടം തോന്നുന്നു. ഇത് പുറത്തുവരുന്ന വാർത്തകൾ മാത്രമാണ്. ഒരുപക്ഷെ അനധികൃതമായ ചില ഇടപാടുകൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ദിലീപുമായോ അല്ലെങ്കിൽ കാവ്യയുമായോ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് പങ്കാളിത്തമോ സാമ്പത്തിക ഇടപാടോ ഉണ്ടോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലേ, അവർക്ക് വേറെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സിനിമ മേഖലയിൽ കാണും. എന്റെ അടുത്ത് അവർ ഒരു ബിസിനസ് പങ്കാളിത്തമായിട്ട് ഒരു ബിസിനസ്സിൽ പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ സ്ഥലമോ ഒന്നുമില്ല. അതല്ലേ, എന്തെങ്കിലും ഒരു ചെറിയ സ്ഥലം, ഒരു 5 സെന്റ് സ്ഥലമോ പോട്ടെ, ഒരു 5 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ, 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയട്ടെ. അതായത് റിമി പറയാണ് ഇവരുമായി യാതൊരു സാമ്പത്തിക ഇടപാടും ഇല്ല, യാതൊരു വിധ. അതായത് എനിക്ക് 101% ഉറപ്പ് പറയാം. നിങ്ങൾ വേണേ എന്നെ അന്വേഷിച്ച ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്ക്. പക്ഷെ അതേ മുൻപേ ഇങ്ങനെ പറയുമ്പോൾ അതെന്താ നിങ്ങൾ അന്വേഷിക്കാണ്ട് ഇങ്ങനെ ന്യൂസ് കൊടുക്കുന്നത്? ഈ ഒരു സംഭവത്തിന് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ ഒരുപക്ഷെ ദിലീപിനെ, കാവ്യ കൂടുതലായി ടെലിഫോണിൽ റിമി ബന്ധപ്പെട്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ പോലീസിന് ചില സംശയങ്ങളുണ്ട് എന്നാണ് അറിയുന്നത്. ഇത് കാണുന്നത് മനോരമ ന്യൂസിലാണ്. ഞാൻ ഈ ന്യൂസ് കാണുമ്പോൾ തന്നെ ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് അറിയാവുന്ന ആളെന്നുള്ള കാവ്യനെ വിളിച്ച് ചോദിച്ചു, അയ്യോ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞോ, ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടല്ലോ. പേര് പറയണ്ട, പിന്നെ പേര് പറഞ്ഞു, സോറി കേട്ടാ. ഇങ്ങനെ ഒരു കാര്യം ഇരയ്ക്ക് സംഭവിച്ചല്ലോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അന്ന് ഒരൊറ്റ ഫോണേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് പറയണം ഞാൻ ദിലീപും കാവ്യയായിട്ട് ഇങ്ങനെ അടിക്കടി വിളിച്ചോണ്ടിരിക്കുന്നു? ഓക്കെ, സംസാരിച്ചിരുന്നു പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും ആ ഷോ ആയിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എന്നെ പോലെ തന്നെ അവർക്ക് ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ? സംസാരിച്ചില്ല എന്ന് ഞാൻ പറയത്തില്ല, നമ്മൾ സംസാരിക്കും. പക്ഷെ അന്നത്തെ ദിവസം ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു കാര്യം കേട്ടല്ലോ എന്ന് വിളിച്ച് ഞാൻ അപ്പൊ തന്നെ ഈ വിളിച്ച ഇരയായ കുട്ടിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. 20-ാം തീയതി രമ്യയായിട്ട് ഞാൻ ചോദിച്ചു. 10-ാം തീയതി ഞാനും ഈ ഇരയായ കുട്ടിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ മെസ്സേജിലൂടെ സംസാരിക്കുകയും ഞങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്ത് ശത്രുതയാണെന്ന് ഇരയായ കുട്ടിയോട് ഒന്ന് ചോദിക്കാം. എന്തായാലും പോലീസിനോട് റിമി പറഞ്ഞ കാര്യങ്ങളിൽ പോലീസിന് ചില പൊരുത്തക്കേടുകൾ, ചില ഉത്തരങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് പോലീസിന് ഒരു സംശയമുണ്ട്. പുറത്തുവരുന്ന വാർത്തകൾ മാത്രമാണ് കേട്ടോ. ഒരുപക്ഷെ പോലീസ് വാർത്തകൾ കേട്ടു പറയാണ്. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് കേട്ടിട്ട് അറിയിച്ചു. നമ്മൾ ഈ വീട്ടിൽ ഇരുന്ന് കണ്ടെങ്കിൽ നമ്മളെ പറ്റി എത്ര പുറത്തിങ്ങനെ വേണ്ടാത്ത കാര്യം കേൾക്കുമ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെ പറ്റി പറയുമ്പോൾ ഒരു വിഷമം വരില്ലേ? പ്രത്യേകിച്ച് ഒരു ന്യൂസ് ചാനൽ ആകുമ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ട് ഇതുപോലെ ന്യൂസ് കൊടുത്തിരുന്നെങ്കിൽ വെറുതെ കേൾക്കുന്ന ഒരു ന്യൂസിൽ നമുക്ക് എന്തോ ഒരു വിഷമം വരും. ഇപ്പോൾ നൽകുന്ന വാർത്ത ഒരു റിമിയുടെ വിവരങ്ങൾ ആരാഞ്ഞു, പോലീസ് വിവരങ്ങൾ ആരാഞ്ഞു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട എന്നുള്ളത് മാത്രമാണ്. അത് സത്യമല്ലേ? റിമി തന്നെ സമ്മതിച്ചില്ലേ അത്?
ഫോണില് ഈ ബൈജു പൗലോസ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. അത് കുറച്ച് കാര്യങ്ങൾ, സുഹൃത്തുക്കൾ എന്ന രീതിയിൽ ഞങ്ങൾ 1-2 കാര്യങ്ങൾ അറിയുന്നു. പിന്നെ ഇത് മാത്രം ചോദിച്ചു. ഞാനിപ്പോ തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റീമി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ന്യൂസിൽ വന്നേക്കുന്നത്, റീമി അവരോട് പറയുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പോലീസിനോട് ചോദിക്കുക എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞങ്ങൾ കൊടുത്ത ന്യൂസ് അല്ലാന്ന് റീമിക്ക് ആ ന്യൂസ് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ എന്നാണ് അദ്ദേഹം ആദ്യം എന്നോട് ചോദിച്ചത്. ഇവർ ഓരോന്ന് സങ്കല്പിച്ചിടുവാണ്, അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. എന്തായാലും പോലീസ് എന്താണ് പറഞ്ഞു നിർത്തിയത്? ഒരുപക്ഷെ ഇനിയും ചില കാര്യങ്ങൾ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ. ഇതാണ് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്ര എന്തിനാ മാഡം ഒക്കെ പറഞ്ഞ ആദ്യമാണ് എനിക്ക് വലം കൈ ആക്കുന്നു, വിദേശത്ത് ഷോയ്ക്ക് പോകരുതെന്നും എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ അങ്ങനെ വരെ ഞാൻ കാണുക, വിദേശത്ത് ഷോയ്ക്ക് പോകരുത് അങ്ങനെ ഒന്നും. നമസ്കാരം കൂട്ടുകാരെ. മലയാളി സമൂഹം കഴിഞ്ഞ 8.5 വർഷമായിട്ട് ശ്വാസമടക്കി പിടിച്ചു കേട്ടുകൊണ്ടിരുന്ന ആ ഒരു വാചകം കോടതിയിൽ മുഴങ്ങി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നിരിക്കുന്നു എന്നുള്ളത്. 1-ാം പ്രതി പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. എന്നാൽ കേരളം ഉറ്റുനോക്കിയിരുന്ന ആ ഒരു 8-ാം പ്രതി നടൻ ദിലീപിനെ കോടതി വെറുതെയും വിട്ടു. ഇവിടെയാണ് കേരളം രണ്ടായിട്ട് പിരിയുന്നത്. ഒരു വശത്ത് നടന് നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നവരും മറുവശത്ത് അതിജീവിതയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് വാദിക്കുന്നവരും. എന്താണ് ഈ ഒരു വിധിപകർപ്പിലെ സത്യങ്ങൾ? സമൂഹത്തിന്റെ ഈ 2 ചിന്താഗതികൾക്ക് പിന്നിലെ കാരണങ്ങൾ എന്താണ്? നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഈ കേസിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് വൈരാഗ്യമായിരുന്നു. ദിലീപും മഞ്ജു വാര്യരും കാവ്യ മാധവനും ഈ പേരുകൾക്കിടയിലേക്ക് അതിജീവിത കടന്നു വരുന്നത് എങ്ങനെയാണെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2012 യൂറോപ്യൻ പര്യടനത്തിനെ ഒരു ബസ്സിൽ വെച്ച് തന്റെ അമ്മയുടെയും സഹതാരങ്ങളുടെയും മുന്നിൽ വെച്ച് ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് നടി മൊഴിയും നൽകിയിട്ടുണ്ടായിരുന്നു. മഞ്ജുവിനോട് നീ പറഞ്ഞതൊക്കെ തിരുത്തണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തീർക്കും, ഈ ഒരു അർത്ഥത്തിലായിരുന്നു ആ ഒരു ഭീഷണി എന്ന് നടി ഉറച്ചു പറഞ്ഞു. തന്റെ ദാമ്പത്യം തകർത്തത് അതിജീവിതയാണെന്നാണ് ദിലീപിന്റെ ഉറച്ചു വിശ്വാസം. ഈ ഒരു വിശ്വാസമാണ് ആ ഒരു ക്രൂരമായിട്ടുള്ള ഗൂഢാലോചനയ്ക്ക് നയിച്ചത് എന്നായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തിയത്. എന്നാൽ കോടതിയിൽ എത്തിയപ്പോഴോ ഈ വാദങ്ങളെല്ലാം തെളിവുകളുടെ അഭാവത്തിൽ തള്ളിപ്പോവുകയായിരുന്നു. ഈ ഒരു കേസ് വന്നപ്പോൾ തന്നെ, അതായത് ഈ ഒരു കേസിന്റെ വിധി വരുമ്പോൾ തന്നെ പലരും തിരയുന്ന ഒരു പേരുണ്ടായിരുന്നു, മാഡം എന്നുള്ള പേര്. കേസിന്റെ ഒരു ഘട്ടത്തിൽ കേരളം മുഴുവനും ചർച്ച ചെയ്ത പൾസർ സുനിയുടെ മൊഴികളിൽ നിറഞ്ഞാടിയ ആ ഒരു നിഗൂഢ വ്യക്തിത്വം. ആരായിരുന്നു ആ മാഡം? അവർക്ക് ഈ ഒരു ഗൂഢാലോചനയിൽ എന്താണ് പങ്കുണ്ടായിരുന്നത് എന്നുള്ളത്. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധിയിൽ ആ മാഡത്തിനെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടോ? ഇതായിരുന്നു സോഷ്യൽ മീഡിയയിലെ ഏറെ ചർച്ചാ വിഷയം. ഈ കേസിലെ 1-ാം പ്രതിയാണ് പൾസർ സുനി. അയാളാണ് മാഡം എന്ന പേര് ആദ്യമായിട്ട് പുറത്തുവിടുന്നത്. നടി ആക്രമിക്കപ്പെട്ട ശേഷം ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഏൽപ്പിക്കാൻ താൻ ലക്ഷ്യമിട്ടത് ഒരു മാഡത്തെയാണെന്നാണ് സുനി വെളിപ്പെടുത്തിയിരുന്നത്. ഈ മാഡം സിനിമയിലെ ഒരു പ്രമുഖ നടിയാണെന്നും ദിലീപിന്റെ കുടുംബവുമായിട്ട് അടുത്ത ബന്ധമുള്ളവരാണെന്നും പല അഭ്യൂഹങ്ങളും പരന്നു. കാവ്യ മാധവനാണോ ഈ മാഡം എന്ന് പോലും അക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാഡം ഒരു നടിയാണ്, പക്ഷെ അവർക്ക് ഗൂഢാലോചനയിൽ പങ്കില്ല, പണം നൽകാൻ മാത്രമാണ് അവർ വന്നത് എന്നായിരുന്നു പിന്നീട് സുനി പറഞ്ഞത്. ഇത് കേസിനെ കൂടുതൽ സങ്കീർണവുമാക്കി. ഒരു വശത്ത് ദിലീപിന്റെ ഗൂഢാലോചന, മറുവശത്ത് ഈ മാഡത്തിന്റെ സാന്നിധ്യം. അന്വേഷണ സംഘം ഇതിന് പിന്നാലെ പോയെങ്കിലും കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കോടതി വിധിയിൽ ദിലീപിനെ വിട്ടയച്ചപ്പോൾ മാഡം എന്ന ഘടകം പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയായി മാറി. പൾസർ സുനി പറഞ്ഞ ഈ ഒരു മാഡത്തെ കണ്ടെത്താൻ കഴിയാത്തതും അന്വേഷണത്തിന് വലിയൊരു പരാജയമായിട്ട് തന്നെ കോടതി കണ്ടു. ഗൂഢാലോചന മറ്റൊരാൾ ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് വ്യക്തമാക്കാൻ എന്തായാലും പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. പ്രോസിക്യൂഷൻ കാവ്യ മാധവനെ സാക്ഷിയായിട്ട് വിസ്തരിച്ചെങ്കിലും അവര് കൂറുമാറി. മഞ്ജു വാര്യരും കാവ്യയും തമ്മിലുള്ള ആ ഒരു ശത്രുത ഇതിനിടയിൽ ചർച്ചയായി. പക്ഷെ മാഡം എന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമാണോ അതോ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു പോയ ആളാണോ എന്നതും ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യമാണ്. എന്തായാലും ഈ ഒരു കേസിനെ സമൂഹം രണ്ടായിട്ട് തന്നെയാണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇതും നമ്മൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ആദ്യം ഇതിന്റെ വിമർശന ഭാഗങ്ങൾ നോക്കുവാണെങ്കിൽ കേസിന്റെ തുടക്കം മുതൽ തന്നെ അതിജീവിതയ്ക്കെതിരെ സോഷ്യൽ മീഡിയ വലിയ സൈബർ ആക്രമണങ്ങൾ നടന്നു. അവൾ എന്തിനാണ് ആ രാത്രിയിൽ യാത്ര ചെയ്തത്, എന്തിനാണ് ദിലീപിന്റെ കുടുംബകാര്യങ്ങളിലൊക്കെ ഇടപെട്ടതും, ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കുറ്റവാളിയേക്കാൾ കൂടുതലും ഇരയെ വേട്ടയാടുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടു. പിന്നെ ദിലീപിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ട ആൾ ഒരു വലിയ നടനായതുകൊണ്ട് മാത്രം അയാൾക്ക് കിട്ടിയ ഫാൻ സപ്പോർട്ട് നീതിന്യായ വ്യവസ്ഥയെ പോലും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായിട്ട് പലരും ആരോപിച്ചു. സിനിമയിലെ വലിയൊരു ശക്തിക്കെതിരെ ഒരു പെൺകുട്ടി 8.5 വർഷം തളരാതെ പോരാടിയതും അത് വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നത്. ഇത് അതിജീവിത എന്ന വാക്കിന് പുതിയൊരു അർത്ഥവും നൽകി. ഈ കേസിനെ തുടർന്നാണ് മലയാള സിനിമയിൽ സ്ത്രീകൾക്കായിട്ട് ഒരു സംഘടന, അതായത് WCC രൂപപ്പെട്ടതും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതൊക്കെ. അത് സിനിമയിലെ ശുദ്ധീകരണത്തിന് തുടക്കമിട്ടു. ഇനി എന്തുകൊണ്ടാണ് ദിലീപ് വിട്ടയക്കപ്പെട്ടത്?
കോടതിക്ക് വികാരങ്ങളില്ല, തെളിവുകളാണുള്ളത്. പ്രോസിക്യൂഷന് പറ്റിയ പിഴവുകൾ വിധി പകർപ്പിൽ വ്യക്തമാണ്. ഗൂഢാലോചനയുടെ ലിങ്ക് എന്തായിരുന്നു? പൾസർ സുനിയും ദിലീപും തമ്മിൽ സംസാരിച്ചു എന്നതിനപ്പുറം ഈ ഒരു കൃത്യം ചെയ്യാൻ ദിലീപ് പണം നൽകിയെന്നോ ഈ ഒരു നിർദ്ദേശം നൽകിയോ എന്നുള്ള ഒരു ഡയറക്റ്റ് എവിഡൻസ് ഒന്നും ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ പല സഹപ്രവർത്തകരും കോടതിയിൽ എത്തിയപ്പോൾ തന്നെ മാറ്റി പറഞ്ഞു. ഇത് കേസിന്റെ നട്ടെല്ല് തന്നെ ഒടിച്ചു. അന്വേഷണ സംഘം പലതും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കിയതാണെന്നാണ് കോടതി നിരീക്ഷിച്ചത്. എന്തായാലും നിയമം അതിന്റെ വഴിക്ക് പോയി എന്ന് വിശ്വസിക്കുന്നവർ പറയുന്നത് തെളിവില്ലാതെ ഒരാളെയും ശിക്ഷിക്കരുത് എന്നാണ്. ദിലീപിനെ ക്രൂശിക്കാൻ നടന്ന ശ്രമങ്ങൾ പാളിപ്പോയതായിട്ടും ഇവർ കരുതുകയാണ്. ഇനി മാഡം എന്ന പേര് കേസിനെ വഴിതിരിച്ചുവിടാൻ പ്രതിഭാഗം ബോധപൂർവം ഉണ്ടാക്കിയതാണെന്നുള്ള ഒരു വിഭാഗവും വിശ്വസിക്കുന്നുണ്ട്. പണവും സ്വാധീനമുള്ളവർക്ക് നിയമത്തിന്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാൻ കഴിയുമെന്ന് സാധാരണക്കാരന്റെ ഭയം ഈ വിധിയിലൂടെ ശക്തിപ്പെട്ടു. സിനിമയിലെ അന്തർനാടകങ്ങൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചുള്ള കളിയായിട്ട് മാറിയതും കണ്ട് കേരളം തന്നെ ലജ്ജിച്ചു നിന്നുപോയി. എന്തായാലും ഈ കേസ് വെറും ഒരു ക്രിമിനൽ കേസ് എന്നതിലുപരി നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. നടി ആക്രമിക്കപ്പെട്ട ആ ഒരു കറുത്ത രാത്രി മുതൽ ഇന്നത്തെ ഈ വിധി വരെ നമ്മൾ കണ്ടത് പണവും സ്വാധീനവും പ്രശസ്തിയും എങ്ങനെയാണ് ഒരു കേസിനെ ബാധിക്കുന്നത് എന്നാണ്. ഒരു വശത്ത് ദിലീപിനെ കോടതി കുറ്റവിമുക്തനുമാക്കി. നിയമത്തിന്റെ കണ്ണിൽ അദ്ദേഹം ഇപ്പോൾ കുറ്റക്കാരനല്ല, അത് നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. എന്നാൽ മറുവശത്ത് അതിജീവിത എന്ന പെൺകുട്ടി ഉയർത്തിയ ആ ചോദ്യങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ തന്നെ ബാക്കിയുണ്ട്. പൾസർ സുനിയെ പോലുള്ള ഒരു ക്രിമിനൽ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം ഇത്രയും വലിയൊരു സാഹസത്തിന് മുതിരുമോ? ആരെങ്കിലും പിന്നിലില്ലാതെ അയാൾ ഇത്രയും കാലം ജയിലിൽ മൗനം പാലിക്കുമോ? മാഡം എന്ന പുകമറയും കൂറുമാറിയ സാക്ഷികളും പാളിപ്പോയ പോലീസ് അന്വേഷണവും എല്ലാം ചേർന്ന് ഈ കേസിനെ ഒരു വലിയ നിഗൂഢതയാക്കി. നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നവരും നീതി നിഷേധിക്കപ്പെട്ടു എന്ന് കരുതുന്നവരും നമ്മൾക്കിടയിലുണ്ട്. പക്ഷെ ഒന്നോർക്കുക, അതിജീവിതം നടത്തിയ ഈ പോരാട്ടം ഒട്ടും വെറുതെയല്ല. സിനിമയ്ക്കുള്ളിലെ മോശം പ്രവണതകളെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് സ്ത്രീകൾ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ, ഹേമ കമ്മിറ്റി പോലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഈ പെൺകുട്ടിയുടെ തളരാത്ത പോരാട്ടമാണ്. കൂട്ടുകാരെ, നിയമം തെളിവുകൾക്ക് പിന്നാലെയാണ് പോകുന്നത്. പക്ഷെ സത്യം എന്താണെന്ന് കാലം തെളിയിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വിധിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദിലീപ് കുറ്റവിമുക്തനായത് ശരിയായിട്ടുള്ള നടപടിയാണോ, അതോ പ്രോസിക്യൂഷന് ശരിക്കും പരാജയപ്പെടുകയായിരുന്നോ? നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഇനി ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ നടത്തിയ വിശകലനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്നും ഇത്തരം ഗൗരവമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.